അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പോകണം, സ്കൂളിൽ തോട്ട് ഫോർ ദ ഡേ പറയണം, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പകലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ 2 തവണ നല്ല ക്ലിയർ ആയിട്ട് ഇതങ്ങ് പറയും. അവനെ കൊണ്ട് പറയിപ്പിക്കൊന്നുമില്ല, ഞാൻ നല്ല ശക്തമായിട്ട് വ്യക്തമായിട്ട് ഈ സാധനം 2 തവണ പറയും. സെറ്റായിരിക്കും, അത് അവൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. പിറ്റേ ദിവസം ചോദിക്കുമ്പോഴത്തേനും അവൻ മണമണ വെള്ളം പോലെ അത് പറയും. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ആ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം. അത് കഴിഞ്ഞ് അവർ ഉറങ്ങി പോകും. ആ ഒരു സമയം ഭയങ്കര നല്ലൊരു സമയമാണ്. കുഞ്ഞുങ്ങളുമായിട്ട് നമുക്ക് ബോണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. എൻ്റെ ഹസ്ബൻഡ് പലപ്പോഴും അത് സയൻസുമായിട്ടുള്ള കൗതുകം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറയാനാണ് ഉപയോഗിക്കുന്നത്. ഈ സോളാർ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിക്കടിയിലെ ലെയേഴ്സ്, ഭൂമിക്ക് മുകളിലെ ലെയേഴ്സ്, ഡൈനോസോഴ്സ്, അങ്ങനത്തെ പല സബ്ജക്ട്സും അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന സമയമാണിത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും അവർക്കറിയായിരിക്കും. അപ്പം പല സമയത്തും അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിനക്കിതൊക്കെ എവിടെ നിന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ അത് അച്ഛൻ പറഞ്ഞു തരുന്ന എന്ന് പറയുമ്പോൾ, അപ്പോൾ അച്ഛൻ പറഞ്ഞു തരുന്നതെല്ലാം ഈ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഞാൻ കണ്ടുകൊണ്ട്, ഞങ്ങൾ മാറി ഞങ്ങളുടെ സമയം അനുസരിച്ചാണ് ഇങ്ങനെ കുട്ടികളെ ഉറക്കാൻ കിടത്താറുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല കോൺവെർസേഷന് ഡെഡിക്കേറ്റ് ചെയ്യുക. അതുവരെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഓർത്ത് അവരെ ദേഷ്യപ്പെടാനോ അവരെ കുറ്റപ്പെടുത്താനോ ഒന്നും ആ ഒരു സമയം വിനിയോഗിക്കില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്.